ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ എല്ലാവരും ചെറിയൊരു വോയിസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ലോഗോയിൽ മൂത്തോൻ എന്ന ക്യാരക്ടർ. അപ്പോൾ എല്ലാവർക്കും സംശയമായിരുന്നു മമ്മൂട്ടിയാണോ എന്ന്. പക്ഷേ അത് ഒരു ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്, മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് തന്നെയാണ്. ഹാപ്പി ബർത്ത്ഡേ മൂത്തോൻ. അതിൻ്റെ അർത്ഥം മമ്മൂട്ടി തന്നെയാണ് ആ ക്യാരക്ടേഴ്സ്. ഇനി ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ സംശയമൊക്കെ മാറ്റി വെച്ചോ. അപ്പോൾ എല്ലാ പ്രേക്ഷകരുടെയും സൈൻ ഫിലിംസിൻ്റെ ഒരു ആഗ്രഹമാണ് നമ്മുടെ ദുൽഖറും മമ്മൂക്കും അങ്ങനെ ഒന്നിക്കുകയാണ്. ലോക 2 ആയിരിക്കും. നമുക്കതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കളങ്കാവലിൻ്റെ ഭാഗത്തു നിന്നാണ്. ഒരു ചെറിയൊരു സിമ്പിൾ പോസ്റ്ററാണ്. സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോഴും വന്നുള്ള. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. മിക്കവാറും കഥ നടക്കുന്നത് തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു, വണ്ടിയുടെ പ്ലേറ്റ് നമ്പറൊക്കെ കണ്ടിട്ട്. അപ്പോൾ എന്തായാലും കളങ്കാവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പോസ്റ്റർ തന്നെയായിരുന്നു. പിന്നെ മമ്മൂട്ടിയുടെ വേറെ ഒന്ന് രണ്ട് കുറച്ച് അപ്ഡേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ വേറെ സിനിമ ഒന്നും അധികം കമ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അവിടെ പാട്രിയോട്ടിൻ്റെ അപ്ഡേറ്റ് വന്നുള്ള. അടുത്തൊരു അപ്ഡേറ്റാണ് സാമ്രാജ്യത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. നിങ്ങൾ ആ ടീസർ ഒന്ന് പോയി കണ്ടു. 4K എന്ന് പറഞ്ഞിട്ട് യാതൊന്നും ചെയ്യാത്ത പോലെ എനിക്ക് തോന്നി. ആ സിനിമ അങ്ങനെ തന്നെ ചുമ്മാ വെറുതെ എന്തോ പോലെ എനിക്ക് തോന്നി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. കാരണം ഇപ്പോൾ മോഹൻലാലിൻ്റെ മിക്ക സിനിമകളും 4Kയിൽ റിമാസ്റ്റർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഒട്ടും തന്നെ ക്ലാരിറ്റി ഇല്ല. ഞാനിതൊരു കുറ്റമായിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതുപോലത്തെ OTT വാർത്തകൾ റിവ്യൂസ് അറിയാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.